ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വളരെ ടേസ്റ്റി ആയിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റാഗി അപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ വൈകുന്നേരം നല്ലൊരു സ്നാക്കായിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ റാഗിയപ്പം തയ്യാറാക്കിയെടുക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് റാഗിപ്പൊടിയാണ്. 1 കപ്പ് നിറയെയാണ് ഞാനിപ്പോൾ റാഗിപ്പൊടി എടുത്തിട്ടുള്ളത്. വറുത്ത റാഗിപ്പൊടിയാണ്. ഇത് നമുക്കൊരു ബോളിലേക്ക് ചേർക്കാം. കൂടെ അതേ അളവിൽ തന്നെ 1 കപ്പ് ഗോതമ്പ് പൊടിയും കൂടി, അപ്പോൾ ഇതും ചേർക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ഒന്ന് അരച്ച് ചേർക്കണം. അപ്പോൾ തേങ്ങ അരയ്ക്കാനായിട്ട് 1 മുറി തേങ്ങയുടെ പകുതി തേങ്ങ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതായത് 1 മുറി ഫുള്ളായിട്ട് എടുത്തിട്ടില്ല, അതിൻ്റെ പകുതി മാത്രം ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ചെറിയൊരു ജാറിലേക്ക് ചേർക്കാം. കൂടെ പിന്നെ ഇതിനോടൊപ്പം വേണ്ടത് 2 ഏലക്കയുടെ കുരു മാത്രം എടുത്തിട്ടുണ്ട്. ആ ഒരു സീഡ്സ് മാത്രം ചേർക്കാവുന്നതാണ്. ഏലക്കയുടെ തോട് നമുക്ക് ആവശ്യമായിട്ടില്ല. അപ്പോൾ ഇത് രണ്ടും ചേർത്തിട്ട് നല്ല സ്മൂത്തായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അധികം തേങ്ങയുടെ ആ ഒരു കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല സ്മൂത്തായിട്ട് ഒന്ന് അരച്ചെടുക്കാവുന്നതാണ്. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാവിലേക്ക് ചേർക്കാവുന്നതാണ്. കൂടെ ഇതിനോടൊപ്പം വേണ്ടത് വെള്ള എള്ളാണ്. കറുത്ത എള്ള് വേണമെന്നുണ്ടെങ്കിൽ കറുത്ത എള്ളും ചേർക്കാവുന്നതാണ്. 2 ടീസ്പൂണാണ് കേട്ടോ ചേർക്കുന്നത്. ഇനി വേണ്ടത് ഒരു പിഞ്ചളവിൽ മാത്രം ഉപ്പും കൂടിയാണ്. നമ്മൾ ചില മധുരങ്ങളൊക്കെ തയ്യാറാക്കുമ്പോൾ ഒരല്പം ഉപ്പ് ആവശ്യമായിട്ട് വരും. ഒരുപാട് ചേർക്കേണ്ട, ഒരു പിഞ്ചളവിൽ മതിയാവും. ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ശർക്കര പാനിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 150 ഗ്രാം അളവിൽ ശർക്കര ചേർക്കാം. ഒരുപാട് ശർക്കര നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമായിട്ടില്ല. ചെറിയൊരു മധുരം മതിയാവും. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നതെങ്കിൽ ഇതിൽ നിന്നും പകുതി അളവിൽ മാത്രം നമ്മൾ ശർക്കര ചേർക്കാം. വൈകുന്നേരത്തെ ഒരു സ്നാക്കായിട്ടാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അളവിൽ ശർക്കര ആവശ്യമായിട്ടുണ്ട്. ഇതിനോടൊപ്പം ഒരു 1/2 കപ്പ് അളവിൽ വെള്ളം കൂടി നമുക്ക് ചേർക്കാം. ഇനി നമ്മുടെ ശർക്കരയെല്ലാം നല്ല രീതിക്ക് ഒന്ന് ഉരുകി വരട്ടെ. ഒരല്പസമയം കൊണ്ട് തന്നെ നമ്മുടെ ശർക്കരയെല്ലാം നല്ല രീതിക്ക് ഒന്ന് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ശർക്കരയെല്ലാം ഒന്ന് ഉരുകി കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് അരിച്ച് നമ്മുടെ മാവിലേക്ക് ചേർക്കാവുന്നതാണ്. ഇതിപ്പോൾ അത്യാവശ്യം നല്ല തിളയ്ക്കുന്ന ചൂടാണ്. ഈ തിളയ്ക്കുന്ന ചൂട് ചെറുതായിട്ടൊന്ന് മാറി ലൈറ്റായിട്ടുള്ള ചൂടാകുമ്പോൾ മാത്രം മാവിലേക്ക് ചേർക്കാം. ഇപ്പോൾ അത്യാവശ്യം ശർക്കര പാനിൽ കല്ലും പൊടിയൊക്കെ ഉണ്ടാവും. അതിൻ്റെ പേരിൽ അരിച്ച് തന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്തേക്കണം. ഇപ്പോൾ നമ്മുടെ ശർക്കര പാനിയൊക്കെ ചെറുതായിട്ടൊന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരിച്ച് ഇതിലേക്ക് ചേർക്കാം. ഇനി ഇത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. എക്സ്ട്രാ വെള്ളം വേണ്ടി വരും. അപ്പോൾ കുറച്ചായിട്ട് വെള്ളം ചേർത്ത് നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കില്ല, അതുപോലെ കുഴച്ചെടുക്കണം. പക്ഷേ ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ നല്ല കട്ടിക്ക് കുഴച്ചെടുക്കണ്ട, കുറച്ച് ലൂസായിട്ട് വേണം നമ്മുടെ ഈ മാവൊന്ന് കുഴച്ച് കിട്ടാനായിട്ട്. എക്സ്ട്രാ വെള്ളം ഒരല്പമായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം. ഇതുപോലെ ഈ ഒരു രീതിക്ക് നമ്മുടെ മാവ് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് ഇങ്ങനെ ചെറുതായിട്ട് ലൂസായിട്ട് വേണം നമ്മുടെ മാവ് ഒന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഒരു 2 പിഞ്ച് അളവിൽ നമുക്ക് ബേക്കിംഗ് സോഡയും കൂടി ആവശ്യമായിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഒരുപാട് ആവശ്യമായിട്ടില്ല, ഇതുപോലെ ഒരു അല്പം മാത്രം മതിയാവും. ഇതൊന്ന് വിതറി കൊടുക്കുകയാണ്. നമ്മൾ ഈ ബേക്കിംഗ് സോഡ ചേർക്കുന്ന സമയത്ത് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടും കേട്ടോ നമ്മുടെ ഈ റാഗി അപ്പത്തിന്. ബേക്കിംഗ് സോഡ ചേർത്ത് ഏകദേശം ഒരു 2-3 മിനിറ്റ് വരെയെങ്കിലും നമ്മളൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ കുറച്ച് മാവ് ഒന്ന് കയ്യിലേക്ക് എടുക്കാം. കയ്യിലൊരല്പം എണ്ണ ഒന്ന് പൊറ്റി കൊടുത്തേക്കണം. ഞാനിപ്പോൾ ഒരു ബട്ടർ പേപ്പറിൽ വെച്ചിട്ടാണ് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പരത്തി പ്രസ് ചെയ്തെടുക്കുന്നത്. ഇതിങ്ങനെ തന്നെ പരത്തണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നമ്മുടെ പൂരി പ്രസ് ഉണ്ടല്ലോ, ആ പൂരി പ്രസ്സിൽ വെച്ചിട്ടും ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാവുന്നതാണ്. തീരെ തിന്നായിട്ട് പരത്തേണ്ട, ഒരുപാട് കട്ടിക്കും പരത്തേണ്ട. ഇതുപോലെ ഒരു മീഡിയം കട്ടിക്ക് വേണം നമ്മളൊന്ന് പരത്തിയെടുക്കാനായിട്ട്. ഇതുപോലെ ഒന്ന് പരത്തി കഴിഞ്ഞാൽ വേഗം തന്നെ നല്ല ചൂടായിട്ടുള്ള എണ്ണയിട്ട് നമുക്ക് പൊരിച്ചെടുക്കാവുന്നതാണ്. ഇതൊന്ന് പൊരിച്ചെടുക്കാനുള്ള എണ്ണ ഞാനിപ്പോൾ വെച്ചിട്ടുണ്ട്. എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടെന്ന് അറിയാനായിട്ട് ഒരല്പം മാവ് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. മാവ് ഇതിലേക്ക് ഇട്ടതും ഇതുപോലെ ഒന്ന് പൂരി പോലെ ഇങ്ങനെ പെരുകി വരും. അപ്പോഴത്തേക്കും കറക്റ്റ് പാകത്തിന് എണ്ണ ചൂടായിട്ടുണ്ടെന്നാണ്. എണ്ണ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇനി നമുക്ക് പരത്തി വെച്ചിരിക്കുന്നത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ഇടുന്ന ഉടനെ തന്നെ ഇതുപോലെ ഇങ്ങനെ പെരുകി വരും കേട്ടോ. അപ്പോൾ ഇതിന് മുകളിലേക്ക് ഒരു അല്പം എണ്ണ ഒന്ന് കോരി ഒഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഫ്ലഫി ആയിട്ട് വരും. എന്നിട്ട് നമുക്ക് ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇനി ഇതൊന്ന് മുരിച്ചെടുക്കാവുന്നതാണ്. അതായത് നമ്മൾ സാധാരണ ഒരു പൂരിക്ക് നമ്മൾ പൂരി തയ്യാറാക്കി എടുക്കാൻ വേണ്ട ആ ഒരു സമയത്ത് നിന്ന് അല്പം കൂടി ഒരു 30 സെക്കൻഡ് കൂടി കൂടുതൽ നമുക്ക് ഇതിന് വേണം. ഇത് നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടാനായിട്ട്. ഫ്ലെയിം ഒരുപാട് കൂട്ടി വെക്കരുത്, ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാം ഞാനൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ തന്നെ ഒരു സ്നാക്കായിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ കഴിക്കാം. അതല്ല രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് നമ്മൾ കഴിക്കേണ്ടതെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് സൈഡായിട്ട് എന്തെങ്കിലും നമുക്കൊരു സൈഡ് ഡിഷും കൂടി വേണമല്ലോ. അപ്പോൾ ആ ചെറിയൊരു സൈഡ് ഡിഷും കൂടി ഇതിന് വേണ്ടി തയ്യാറാക്കാം. അത് മധുരപ്പാലാണ് ഇതിന് ബെസ്റ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ എന്ന് പറയുന്നത്.
മധുരപ്പാൽ തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു 3 ചെറുപഴം ചെറുതായിട്ടൊന്ന് വട്ടത്തിന് അരിഞ്ഞെടുത്ത് ഒരു ബോളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ചെറുപഴം എന്ന് പറയുന്നത് നമുക്ക് രസകദളി എടുക്കാം, ഞാലിപ്പൂവിന് എടുക്കാം, ഏത് ചെറുപഴം വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി ഇതിനോടൊപ്പം ഒരു 2 ടീസ്പൂൺ അളവിൽ ശർക്കരയും കൂടി ചേർക്കാം. ശർക്കര നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ് കേട്ടോ. ശർക്കരയും ചെയ്തിട്ട് നല്ലതുപോലെ തന്നെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഒരു ഫോർക്ക് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ എല്ലാ പഴവും ഒന്ന് ഉടച്ചെടുക്കാൻ വേണ്ടി പറ്റും. പഴമെല്ലാം ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാൽ ചേർക്കാം. തേങ്ങാപ്പാൽ അല്ലെങ്കിൽ പശുവിൻ പാൽ ചേർക്കാവുന്നതാണ്. പാൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. ചെറിയൊരു ചൂട് മതിയാവും, നല്ല തിളച്ച ചൂട് ചേർക്കരുത്. നല്ല രീതിക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മധുരപ്പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ മധുരപ്പാലും റവാപ്പവും സൂപ്പർ കോമ്പിനേഷനാണ്. ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ വൈകുന്നേരത്തെ സ്നാക്കായിട്ടോ എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഈ റവാപ്പ് നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കുന്നവർക്ക് മറക്കാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.